ഇപ്പം കോമ്പറ്റീറ്റിംഗ് വെഹിക്കിൾസ് ഒക്കെ ഏതൊക്കെയാണ് വരുന്നത്? നിലവിൽ ആരുമില്ല. ഇല്ല, ഇതിനും ക്രിസ്റ്റയ്ക്കും ഒന്നും ആരുമില്ല. ഫോർച്യൂണറിനും അതിപ്പോ നമ്മള് TKM പ്ലാന്റിൽ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോഴും നമ്മൾ കോമ്പറ്റീഷൻ വെച്ചിട്ട് സംസാരിക്കും. കോമ്പറ്റീറ്റേഴ്സ് ആരുമില്ല. ടൊയോട്ട അത് തന്നെയാണ് പറയുന്നത്, ആരുമില്ല. 3 വണ്ടിക്കും ആരുമില്ല. കസ്റ്റമർ പ്രിഫറൻസ് ആണ് മൊത്തത്തിലുള്ളത് മെയിൻ. രണ്ടേ മൗണ്ടിങ് ഇപ്പൊ ഇൻ കേസ് ഒരു കൊല്യൂഷൻ നടക്കുവാണെങ്കിൽ എഞ്ചിൻ താഴോട്ട് ചേസ് ബോഡിയുടെ അകത്തോട്ട് ഇടിച്ച് താഴോട്ട് കയറാൻ വേണ്ടി. അതെ, ലെഗിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടും. ബാക്കിൽ അതിന്റെ അതിന്റെ ഇടയ്ക്ക് ഡോറും കൂടെ അടച്ച് ബ്ലൈൻഡ്സ് ഒക്കെ. മേളിലോട്ട് 1 ടച്ച് അല്ല എന്ന് തോന്നല്ലേ? അല്ല, TPMS പ്രശ്നമുണ്ടോ? അത് കാറ്റ് റിയർ ടയറില് റൈറ്റ് സൈഡിലെ ടയറില് കുറച്ച് കുറവാണ്. അത് നമുക്ക് പമ്പിൽ പോകാൻ പഠിക്കും. ഇപ്പൊ ഇലക്ട്രിക് ആണോ? ഇപ്പൊ EV-യില് ഈ ക്യാമറ കണ്ടും പിന്നെ പ്രയോഗിക്കാൻ തോന്നുന്നില്ല. ഇത് 360 അല്ല, ഇത് പാനോരാമിക് വ്യൂ എന്നാണ് പറയുന്നത്. എല്ലാവരും പറയും 360 ഡിഗ്രി ക്യാമറ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കാം. ഇത് 360 അല്ല, ഇത് പാനോരാമിക് വ്യൂ ആണ്. മുകളിൽ നിന്നുള്ള വ്യൂ മാത്രമേ നമ്മൾ കമ്പനി പറയുന്നുള്ളൂ, ടൊയോട്ട പറയുന്നുള്ളൂ. 360 എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് പവർ കൊടുക്കുന്നതിനനുസരിച്ച് പെട്രോൾ ഓൺ ആയിക്കോളൂ അല്ലേ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പോഴും മോട്ടറിൽ തന്നെ വണ്ടി പോകുന്നത്. MG1 MG2 എന്ന് പറഞ്ഞ 2 മോട്ടോഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആക്സിലറേറ്ററിന്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും അത് സെൻസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ത്രോട്ടിൽ പൊസിഷൻ അനുസരിച്ച് എങ്ങനെ വർക്ക് ആവണം തീരുമാനിക്കുന്നത്. ഇതിനകത്ത് PCD ഇപ്പം ടയറിന്റെ PCD അല്ല, നമുക്ക് ഇതിനകത്ത് 2 ഡിവൈസാണ് മെയിൻലി യൂസ് വരുന്നത്. ഒന്ന് PSD ഡിവൈസും പിന്നെ PCU. നമ്മളിപ്പോ നോർമൽ വണ്ടിയിൽ ECU എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് PCU എന്ന് പറഞ്ഞ യൂണിറ്റ്, അതിന്റെ ഹെഡ് യൂണിറ്റ്, അത് ബോൺ ടോർക്കുമ്പോൾ കാണാൻ പറ്റും. പവർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞത് അതാണ്. ഇപ്പൊ ഇതിന്റെ ഈ ECU കൊടുക്കുന്ന പോലെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ ECU കൺട്രോൾ ചെയ്യുന്ന PCU ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇതിനെ വെച്ച് നടപ്പിലാക്കുന്നത് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSD ഡിവൈസാണ്. PSD എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ECVT എന്ന് പറയുന്ന ഗിയർ ബോക്സ് ഇല്ലേ, ഇതൊരു ഗിയർ ബോക്സ് അല്ല സത്യം പറഞ്ഞാൽ. ഇതൊരു പ്ലാനറ്ററി ഗിയറാണ് വരുന്നതിന്റെ അകത്ത്. സൺ ഗിയറും സ്റ്റാർ ഗിയറും കുറെ സെറ്റപ്പുകളുണ്ട്. അതിന്റെ അകത്ത് നിന്ന് ഈ PSD എന്ന് പറഞ്ഞ സാധനം നമ്മൾ അതിനെ വിളിക്കുന്നത്. അതാണ് ഇതിനെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക. അതായത് ഇപ്പം മോട്ടറിൽ ഓടണോ ബാറ്ററിയിൽ ഓടണോ എങ്ങനെ ഓടണോ തീരുമാനിക്കുന്ന PSD. അത് നടപ്പിലാക്കുന്നത്, അതായത് ആക്ച്വേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. PCU ഇൻഫർമേഷൻ കൊടുക്കുന്നു, ആക്ച്വേറ്റർ ആയിട്ട് PSD ഗിയർ ബോക്സ് നടത്തുന്നു. ഈ പവർ വേരി ചെയ്യുന്നത് എല്ലാം അത് തന്നെ PSD ഡിവൈസ്. ഒരു സിറ്റി ട്രാഫിക് സ്പീഡിലൊക്കെ തന്നെ വെക്കും. എയർ എവിടെ ആയിരിക്കും? ചോദിക്കണോ? ബ്രോ എയർ ഉണ്ടോ? എയർ ഇല്ല. എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് ചെക്ക് ഔട്ട്. ഈ ക്രോമൊക്കെ വരുന്നതാണോ അതോ ആക്സസറീസ് ആണോ? ഇതൊക്കെ വരുന്നതാണ്, ഇതൊക്കെ ഇൻബിൽട്ട് വരുന്നത്. ഇതൊക്കെയുള്ള ആക്സസറീസ്. ഓക്കെ. ഇത് ബേസ് വേരിയന്റിനൊന്നും വരില്ല, ഓപ്പണിന് മാത്രമേ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എഞ്ചിനൊക്കെ താഴെ. അത് നമ്മൾ പൊസിഷൻ കൊടുക്കാൻ കാരണമുണ്ട്. ഒന്ന് ഇത് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. രണ്ട് മൗണ്ടിങ് ഇപ്പൊ ഇൻ കേസ് ഒരു കൊല്യൂഷൻ നടക്കുവാണെങ്കിൽ എഞ്ചിൻ താഴോട്ട് ചേസ് ബോഡിയുടെ അകത്തോട്ട് ഇടിച്ച് കയറാൻ. അതെ.
അസിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിക് മോട്ടോർ ഒക്കെ ഉണ്ടോ അല്ലേ? ഇതിന്റെ താഴെ കാണുന്നത് ഇതാണ് ആ PCU ഡിവൈസ്. ഇത്രയും യൂണിറ്റ്, ഇത്രയും കാണുന്ന ആ PCU യൂണിറ്റ്. ഇതിനകത്ത് ECU ഉണ്ട്, PCU ഉണ്ട്, രണ്ടും ഉണ്ട്. ആ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ് ഈ PCU. അതിന്റെ താഴെ കൊടുത്തതാണ് ഇതിന്റെ പറഞ്ഞ ECVT എന്ന് പറഞ്ഞ ഗിയർ ബോക്സ്. ഗിയർ ബോക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സൺ ഗിയർ, സ്റ്റാർ ഗിയർ എന്നൊരു പ്ലാനറ്ററി ഗിയർ ബോക്സിന്റെ ഒരു സെറ്റപ്പ്. LED വരുന്നല്ലേ? ഇതിന്റെ എല്ലാ വേരിയന്റിലും ഇതാ വരുന്നത്. LED GX പ്ലസ് തൊട്ടിട്ട് LED. ഇത് ഫോഗ് ലാമ്പാണോ? അത് ഫോഗ് ലാമ്പ്. ഹൈഡ്രോളിക് സ്ട്രട്സ് ഒന്നും വരുന്നില്ല. ഇല്ല. HEV ബാറ്റിംഗ് ഹൈബ്രിഡിന്റെ അല്ലേ? അതെ, HEV. മുമ്പ് ഇതിന് ഹൈബ്രിഡ് എന്നും പറഞ്ഞായിരുന്നു വന്നോണ്ടിരുന്നത്. ഇതിനകത്ത് ഇപ്പൊ HEV എന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു എംബ്ലം അതുകൊണ്ട് ബിയോണ്ട് സീറോ എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഒരു സംഭവം. ക്യാമറയിൽ ഈ വണ്ടിയിൽ ഇപ്പൊ എല്ലാം, അതായത് സീറോ കാർബൺ ന്യൂട്രലിസിറ്റി ഇതായിട്ട് കൊടുത്തത്. ബിയോണ്ട് സീറോ എന്ന് പറഞ്ഞ ഒരു എംബ്ലം, ആ ലോഗോ അതിനാ കൊടുത്തത്. അതുകൊണ്ട് HEV എന്ന് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ടൊയോട്ട ഗ്ലോബലി അറിയുന്ന ഇപ്പൊ എങ്ങനെയാണ്. 18 ഇഞ്ച് ആണല്ലേ? ഇത് 18 ഇഞ്ച്. ZX-നും ZX-Oയ്ക്കും 18 ഇഞ്ച് വരും. താഴോട്ടുള്ള വേരിയൻസിനോ? VX-ന് വരുമ്പോഴത്തേക്കും 17-നും, അതായത് GX-നും GX പ്ലസിനും 16-നും വരും. 225, 50, 18. ഇത് ലോ പ്രൊഫൈലും കൂടി ഉണ്ടായിരുന്നു, ഇൻബിൽട്ട് ലോ പ്രൊഫൈലാണ്. ഇതൊക്കെയാണ് ആക്സസറീസ്. ഇത് താഴെ ഇതല്ലല്ലോ, ഓട്ടോ ആണോ? ഇത് ഇലക്ട്രിക് ഫോൺ. ഇലക്ട്രിക് ബൂട്ട് ഓപ്പണിംഗ് ആണ്. മിഡിൽ റോ ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഇത് ഇവിടെ ലഗേജ് നമ്മുടെ സൈസ് എങ്ങനെയാണോ അതേപോലെ 3 റോ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് റോ മിഡിൽ ഹെഡ് റെസ്റ്റ് ആണ്. അതെ, മാക്സിമം നമുക്ക് ഇത്രയും ചെയ്യാം. ഇവിടെ ഇത് അഡ്ജസ്റ്റ് ആവുന്നതനുസരിച്ച് അവിടെ ലെഗ് റൂം മാറും അല്ലേ? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം. സൈസ് സപ്പോർട്ട് മാറാൻ ബാക്കിലൊന്നും കയറി വെക്കടാ. ഇത് വൺ ടച്ച് ഫോൾഡർ ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് ഇലക്ട്രിക് ആണോ വരുന്നത്? ഇലക്ട്രിക് ആണ്. കുറച്ച് സമയം എടുക്കില്ലേ? ഇപ്പോൾ ബാക്കിലൊരാളാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പൊ ബാക്കിൽ നിന്നൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് തന്നെ ഇതിൽ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അത്യാവശ്യം ലെഗ് റൂം കൂട്ടാനും പറ്റൂലേ? ലെഗ് റൂം നല്ല രീതിക്ക് ഉണ്ട്. ഓൾറെഡി വണ്ടിക്കകത്ത് സ്പേസ് നല്ല രീതിക്ക് ഉണ്ട്. ആ പാസഞ്ചറിന് അത്യാവശ്യം കിട്ടും. ഓട്ടോമാൻ യൂസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ലെഗ് റൂമിൽ എന്തെങ്കിലും. ആ സീറ്റ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? ഓട്ടോമാൻ ഫംഗ്ഷൻ രണ്ടിനും ഉണ്ടോ? രണ്ടിനും ഉണ്ട്. ZX-നും ZX-Oയ്ക്കാണ് ഇങ്ങനെ. ക്ലൈമറ്റ് കൺട്രോളിന്റെ ഇതെല്ലാം അവിടെ വരുന്നു. ശരി. പാനോരാമിക് സൺറൂഫ് വരുന്നുണ്ട്. റിയർ സൺറൂഫ് അങ്ങനെ വരുന്നോണ്ടാണ് നമ്മൾ AC-യുടെ പൊസിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡിൽ വന്നിരിക്കുന്നത്. ബാക്ക് സീറ്റിൽ ഒരു 12 വോൾട്ട് സോക്കറ്റും ബ്ലോവേഴ്സ് സൈഡിലല്ലേ? അത് സൈഡിൽ തന്നെ. കപ്പ് ഹോൾഡേഴ്സ് അത് കൂളിംഗ് ഉള്ളതാ ആ കപ്പ് ഹോൾഡർ. ഓക്കെ, ഇറങ്ങണമെങ്കിൽ ഇപ്പൊ ഇതിൽ പിടിച്ചാൽ മതി. പക്ഷെ ഈ മൂവ്മെന്റ് ഇലക്ട്രിക്കലേ പറ്റും. ഇല്ലെങ്കിൽ ആ സെന്ററിൽ കൂടെ എക്സിറ്റ് എൻട്രൻസ്. ഇത് കപ്പ് ഹോൾഡർ ആണോ? കപ്പ് ഹോൾഡർ ആണ്. നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് ഫോൾഡ് ചെയ്യണമെങ്കിൽ അടി. ശരി. ഇതിന്റെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സെന്ററുമാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ബാക്കിലോട്ട് പോകും ഒരുപാട് സീറ്റ്. അതേസമയം തന്നെ ഈ ഓട്ടോമാൻ ഫംഗ്ഷനും കൂടി വരുമ്പോഴത്തേക്കും റിലാക്സ് ആയിട്ടുണ്ട്. ലെഗിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടും. അതിന്റെ ഇടയ്ക്ക് ഡോറും കൂടെ അടച്ച് ബ്ലൈൻഡ്സ് ഒക്കെ
ഇത് ആക്സസറി ആണോ ഇൻബിൽഡ് വരുന്നതാണോ? അല്ല, ഇൻബിൽട്ട് വരുന്നത്. ഓക്കെ. ഈ ഇലക്ട്രിക് ബൂട്ട് എല്ലാ വേരിയന്റിലും വരുന്നുണ്ടോ? ടോപ്പ് എൻഡ് ZX, ZXO. SRX ഓ വരുമ്പോ എന്തൊക്കെ വേരിയേഷൻ? എഡാസും കൂടെയാണ്. ഇതിപ്പോ നമ്മൾ SRX ആണോ? ZX-ന് വരുമ്പോഴത്തേക്കും നമുക്ക് എഡാസ് ഇല്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം, ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. സ്പെയർ വീൽ അടിയിലാണ് വരും. നമുക്ക് ഇപ്പോൾ ക്രിസ്റ്റയ്ക്ക് ഇന്നോവയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓട്ടോ ലെവലിംഗ് ആണോ? ഓട്ടോ. സീറ്റ് വെന്റിലേഷൻ. അത് അത്യാവശ്യം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഇത് റിയർ AC ഇവിടുന്ന് ഓൺ ചെയ്യാനുള്ളത്. അല്ല, ഡ്യുവൽ ക്ലൈമറ്റ് ഇതിനില്ല. ഇല്ല. റിയർ എന്നൊരു ഈ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും പോകുന്നത്? അല്ല, റിയർ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ ഡ്യുവൽ സോൺ ആയിട്ടില്ല, ബാക്ക് ഫ്രണ്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഡ്യുവൽ സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ചെയ്യാം. ഇങ്ങനെ സ്പോർട്സ് മോഡാണോ? ആ സ്പോർട്സ് എല്ലാം മാനുവലി നമുക്ക് ഡ്രൈവ് ചെയ്യാം. സ്പോർട്സ് മോഡായിട്ട് നമുക്ക് ഇത് ഇവിടെ ഡ്രൈവ് മോഡുണ്ട്. ഇപ്പൊ സ്പോർട്ട്, ഇപ്പൊ നോർമൽ, ഇപ്പൊ എക്കോ. ഇപ്പൊ നോർമൽ, സ്പോർട്ട്, എക്കോ. ഇപ്പൊ നോർമലിലാണ് കിടക്കുന്നത്. ഇത് പിന്നെ ഇപ്പം ബാറ്ററി, ഹൈബ്രിഡ് ബാറ്ററി ഇപ്പോൾ ഒരു 3 ബാറൊക്കെ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് EV കംപ്ലീറ്റ് EVയിൽ ഓടിക്കും. ഇപ്പോൾ EVയിലാണ് വണ്ടി. EV മോഡെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ കാണിക്കും. ഇതിനകത്ത് കാണാൻ പറ്റും. ഈ EV മോഡ് എന്നുള്ളത് നമുക്ക് ഒരു 3-4 കിലോമീറ്റർ കംപ്ലീറ്റ് EV ആയിട്ട് ഓടിക്കാൻ വേണ്ടി. അത് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ സ്വിച്ച് ചെയ്തോളും തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പവർ ട്രെയിൻ്റെ ഇത് കണ്ടേ എങ്ങോട്ടാണ് ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് 3 ബാറുണ്ട്, 4 ബാറുണ്ട്. അതിനിപ്പം അത് 2 ബാറൊക്കെ ആകുമ്പോഴത്തേക്കും എഞ്ചിൻ സ്റ്റാർട്ട് ആവും. എന്നിട്ട് പിന്നെ സ്വിച്ച് ചെയ്തായിരിക്കും ഓടുന്നത്. ഓക്കെ, ഡ്രൈവ് ചെയ്യാം. അതും ഈ ആക്സലറേഷന്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും. നമ്മൾ ഒരുപാട് കാലം കൊടുക്കുകയാണെങ്കിൽ വണ്ടി അപ്പോൾ ആ PCB, ഞാൻ പറഞ്ഞ PCB ഡിവൈസ് അത് ഒരുപാട് ടോർക്ക് വേണമെന്ന് സെൻസ് ചെയ്യും. ആ ടൈമിൽ അപ്പോൾ എഞ്ചിനും മോട്ടറും കൂടി ഒരുമിച്ചായിരിക്കും വണ്ടീനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓ ശരി ശരി. സോ ക്രിസ്റ്റേന്നൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പറയാനൊക്കെ പറ്റും. അതായത് ഇപ്പം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി മൈലേജ്, സ്പേസ്, കുറച്ചുകൂടി പ്രീമിയം. 2 ലിറ്റർ പെട്രോൾ, രണ്ടും 2 ലിറ്റർ ആണ്. ഇതും 2 ലിറ്റർ ആണ്, അതും നോർമലും 2 ലിറ്റർ ആണ്. ഓക്കെ, അതില് ഹൈബ്രിഡ് ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി. നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്ന 2 വരില്ല, GX-ഉം GX+ഉം. പിന്നെ അല്ലാതെ SLF ടാക്സി വേരിയന്റ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് VX തൊട്ടിട്ടാണ്. VXO, ZXO. ഓക്കെ, ഈ ഓപ്ഷണൽ വേരിയന്റിലാണോ ADAS ഉള്ളത്? അതെ. VXO എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അഡീഷണൽ വരുന്നത് സൺറൂഫാണ്. സൺറൂഫും സ്റ്റീരിയോയിലും ചേഞ്ച് വരും. ഈ സ്റ്റീരിയോ ആയിരിക്കും അതിനകത്ത് വരുന്നത്. JBL ഓടിയാണോ? അതിനകത്ത് നോർമലാണ് വരുന്നത്. ഈ ടൈമിൽ ബ്രോയ്ക്ക് ആ പവർ ട്രെയിൻ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് എന്താണ് വണ്ടി ചെയ്യുന്നത്. ഇപ്പൊ റീജനറേഷൻ ആണ്. ഓവറായിട്ട് ആക്സിലേറ്റ് ചെയ്യുമ്പോഴത്തോണ്ട് ആ മോട്ടറും എഞ്ചിനും കൂടെ ഒരുമിച്ച് വണ്ടിയെ ഡ്രൈവ് ചെയ്യും. ആ റെഡ് ലൈൻ രണ്ടും ടയർ ഫ്രണ്ട് വീലിലോട്ട് ഡ്രൈവ് കൊടുത്തോണ്ടിരിക്കും. നമുക്ക് ലൈവ് അത് കാണാൻ പറ്റും എന്താണ് ചെയ്യുന്നത്. പവർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. പലർക്കും ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ വരുന്ന പല കസ്റ്റമേഴ്സിനും ഡൗട്ടാ ഇപ്പം ഹൈബ്രിഡ് കംപ്ലൈന്റ് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇപ്പം ടൊയോട്ട ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പം 1997 ഫസ്റ്റ് ഹൈബ്രിഡ് മോഡൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിയസ്, ടൊയോട്ട. അതിപ്പോഴും നമ്മുടെ ഇവിടെ ഈ ഷോറൂമിൽ തന്നെ ഉണ്ട്. 2002 പ്രിയസ്. അന്നോട്ട് ഇന്ന് വരെയും ഒരാളാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. ആ വണ്ടിക്കൊന്നും ഇതുവരെ ഒരു കംപ്ലൈന്റും ഇല്ല. ഇതുവരെ ഇത്രയും കാലമായിട്ടൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല.
ഇടയ്ക്ക് വെച്ച് അതിന്റെ ഈ PCU ഡിവൈസ് എന്തോ പോയി, അത് ഓർഡർ ചെയ്ത് ഒറിജിനൽ ജപ്പാൻ സാധനം തന്നെ ഓർഡർ ചെയ്ത് വന്നു, അത് സെറ്റ് ചെയ്തു, വേറെ ഒരു പ്രശ്നമില്ല. ഇതിപ്പം ലൈൻ കീപ്പിനൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യൂലേ? ലൈൻ കീപ്പിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പൊ എവിടെ ഓഫ് ആയിട്ട് ഓൺ ചെയ്താലും ലൈൻ കീപ്പ് ഓട്ടോമാറ്റിക് ആണോ? ലൈൻ കീപ്പ് അല്ല, അത് ഡിപ്പാർച്ചറിങ് ആണ്. അതായത് ജസ്റ്റ് നമ്മളൊന്ന് അസിസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോ അങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് തിരിച്ചിങ്ങോട്ട് പിടിക്കും. ഒരു പിടുത്തം നമുക്ക് ഫീൽ ചെയ്യും. അത് ഓഫ് ചെയ്യാൻ പറ്റും, LD ഓഫ് ചെയ്യാൻ പറ്റും. ലൈൻ ഡിപ്പാർച്ചർ അലേർട്ട് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കീപ്പും ചെയ്യാം, അസിസ്റ്റും ചെയ്യാം, രണ്ടും ചെയ്യാൻ പറ്റും. ക്രൂസ് ഓൺ ചെയ്യുവാണെങ്കിൽ വണ്ടി തന്നെ ഡ്രൈവും ചെയ്യും, സ്റ്റിയറിംഗ് വണ്ടി തന്നെ നോക്കിക്കോളും. പക്ഷെ റോഡിൽ ലൈൻ വേണം, അതാണ് മെയിൻ കണ്ടീഷൻ. അത്യാവശ്യം ലൈൻ ഉണ്ട്. അത് ക്രൂസ് ഇട്ടാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ക്രൂസാണ്. ബാക്കിലേക്ക് ഹോണടി കൂടുതൽ ഹൈവേയിലായിരിക്കും. ഇതിന് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തന്നെ വരുന്നത്. തിരിഞ്ഞു പോകുന്നുണ്ട്. സോ ഇപ്പൊ ഈ നമ്മൾ ടാക്സി വേരിയന്റ് എന്ന് പറയുന്ന ഏറ്റവും ലോവർ വേരിയന്റിലായിരിക്കും. SLF ലോവർ വേരിയന്റ്. പിന്നെ വേരിയന്റ് സ്പ്ലിറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? സ്പ്ലിറ്റ് ഇപ്പൊ ടാക്സിയുടെ സ്പ്ലിറ്റ് ഇപ്പൊ ആദ്യം പറഞ്ഞ GX 2 വേരിയന്റ് ഉള്ളൂ. അതിനകത്ത് കുറെ വ്യത്യാസമുണ്ട്. SLF എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് ഇൻബിൽറ്റ് സ്പീഡ് ലിമിറ്റർ വരുന്ന വണ്ടിയാണ്. സ്പീഡ് ഗവർണർ അതിനകത്ത് കാണും. അതുകൊണ്ടാണ് അതിന് SLF എന്ന് വിളിക്കുന്നത്, സ്പീഡ് ലിമിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ്. അത് കമ്പനിയിൽ നിന്ന് വരുമ്പോഴേ കാണും. അല്ലാത്ത വണ്ടി ഇപ്പൊ നമ്മളെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി സ്പീഡ് ഗവർണർ വെച്ചിട്ട് വേണം. RTO അപ്രൂവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കും. വേരിയന്റ് വരുന്നത് ഈ പറഞ്ഞ പോലെയാണ്. GX, SLF, GSLF, പിന്നെ GX പ്ലസ്, VX, VXO, ZX, ZX. അതിനകത്ത് ഈ G വേരിയന്റും GX പ്ലസ് വരെയും GXO വരെയും GX പ്ലസ് അല്ല GXO വരെയും നമുക്ക് നോർമൽ പെട്രോളാണ് കിട്ടുന്നത്. ഹൈബ്രിഡ് V തൊട്ടിട്ട് Z വരെ. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 25 തൊട്ടിട്ടാണ്. 25 തൊട്ടിട്ട് 41,000 വരെ ഓൺ ദി റോഡ് പ്രൈസ്. ഇതിന് 41 അടുപ്പിച്ചു. അഡാസ് ഇല്ലാത്ത മോഡലാണ്. ZX ആണെങ്കിൽ നമുക്കൊരു 40 വരെ. 1.5 ഡിഫറൻസ് വരുന്നത് ഈ അഡാസിന്റെ ഈ ലൈഡാറിന്റെ. അതിന്റെ അകത്ത് ഈ പറഞ്ഞ ലൈൻ കീപ്പ് ഒന്നും വരത്തില്ല. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. അഡാസ് ആണല്ലോ, ചിലർക്ക് അഡാസ് വേണമെന്നില്ലാത്തുള്ളവർക്ക് അത് യൂസറിന്റെ പ്രിഫറൻസ് കൊടുത്തേക്കാം. സോ ഇതിന്റെ ഇപ്പം കോമ്പറ്റീറ്റിംഗ് വെഹിക്കിൾസ് ഒക്കെ ഏതൊക്കെയാണ് വരുന്നത്? നിലവിൽ ആരുമില്ല. ഇല്ല, ഇതിനും ക്രിസ്റ്റയ്ക്കും ഒന്നും ആരുമില്ല. ഫോർച്യൂണറിനും അതിപ്പോ നമ്മള് TKM പ്ലാന്റിൽ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോഴും നമ്മൾ കോമ്പറ്റീഷൻ വെച്ചിട്ട് സംസാരിക്കും. കോമ്പറ്റീറ്റേഴ്സ് ആരുമില്ല. ടൊയോട്ട തന്നെയാണ് പറയുന്നത്, ആരുമില്ല. 3 വണ്ടിക്കും ആരുമില്ല. ഇപ്പം MG മെജസ്റ്റർ ഒക്കെ ഫോർച്യൂണറിന് വന്നെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. മറ്റേ ഇടയ്ക്ക് മറാസോ ഇന്നോവയ്ക്ക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാണ് അന്ന് ബിസിനസിന്റെ ഒരു പെർസെന്റേജ് പോലും നമുക്കിതുവരെ കോമ്പറ്റീഷൻ ആയിട്ട് ആരും സംസാരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ല, ഇതുവരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള സെയിലും പോയിന്റുകളും ഉണ്ട്, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും. കസ്റ്റമർ പ്രിഫറൻസ് ആണ് മൊത്തത്തിലുള്ള മെയിൻ സംഭവം. ക്വിക്കാണ്, പവർ ഉണ്ട്. ബട്ട് കസ്റ്റമർ ഇപ്പൊ ക്രിസ്റ്റ ഓടിച്ചിട്ട് ഇത് ഓടിക്കുന്ന ആൾക്ക് മെയിൻലി ഡിഫറൻസ് വന്നിട്ട് RPM നല്ല രീതിക്ക് കയറിയിട്ടായിരിക്കും വണ്ടി പോകുന്നത്. ഇത് എന്തിനാ RPM കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മോട്ടറിന് അത്രയും അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടി, ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്. നമ്മളെ കാല് കൊടുക്കുന്നെങ്കിൽ ഇത് ഡയറക്റ്റ് എഞ്ചിൻ അല്ല ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. എഞ്ചിൻ മൂവ്മെന്റ്, എഞ്ചിൻ ജസ്റ്റ് ഇതൊരു ജനറേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. ഫുൾ ടൈം ഡ്രൈവ് മോട്ടർ തന്നെയാണ് MG1 MG2. ഇതിനകത്ത് എപ്പോഴും EV എന്നുള്ളത് ഇതിങ്ങനെ കാണിച്ചിരിക്കും. അതാ EVയിൽ തന്നെ ഓടുന്നത് വണ്ടി. ഇപ്പൊ EV കട്ടായി, ഇപ്പം മോട്ടർ ആവുന്നത്. അനുസരിച്ച് മാറും. എനിക്കൊന്നും ഇപ്പം ക്രിസ്റ്റ ഓടിക്കുന്ന ആ ഒരു ഫീല് ഇതിനകത്ത് ലാക്കിംഗ് ആണ്. ക്രിസ്റ്റയും ഈ വണ്ടി രണ്ട് വണ്ടിയാണ്. ഇപ്പം ഇന്നോവ ഫസ്റ്റ് ഇന്നോവ ഹൈക്രോസ് പറഞ്ഞ പേര് കൊടുത്തു, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഇന്നോവയും ഇത് രണ്ട് വണ്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ. മാർക്കറ്റ് ചെയ്യെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. ക്രിസ്റ്റ ലാഡ് ഓൺ ഫ്രെയിം ആണ്, കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. കുറച്ചും കൂടി വെയിറ്റ് കേപ്പബിൾ ആയിട്ട്, അല്ലെങ്കിൽ ടോർക്ക് കുറച്ചും കൂടി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന വണ്ടി. 2.8 2019 നമ്മൾ ക്ലോസ് ചെയ്ത, അത് കുറച്ചും കൂടി
പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ ഇപ്പൊ കറന്റ് മറ്റേ മാനുവൽ മാനുവൽ മാത്രമേ ഉള്ളൂ. ഹൈക്രോസ് കുറച്ചുകൂടി കംഫർട്ടബിളും കുറച്ചും കൂടി ഇപ്പം ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് ഹൈക്രോസ്. ക്രിസ്റ്റ എപ്പോഴും നമുക്ക് പൊളിറ്റീഷ്യൻ അങ്ങനെയുള്ള ആളുകൾ ബേസ് ചെയ്ത് ഇപ്പം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് ഇതും ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഈവൻ ഞങ്ങളത് 170 വരെ പോയിട്ടുണ്ട് വണ്ടി. ഇവിടെ അതൊന്നും പറയാൻ പറ്റില്ല ഷോറൂം 170 വരെ ക്ലോക്ക് ചെയ്യാം. ആ ടൈമിലൊക്കെ ഹൈ RPM ആയിരിക്കും, അതിന്റെ നല്ല സൗണ്ട് ആയിരിക്കും. അപ്പൊ ആളുകൾക്ക് ഇത് ഭയങ്കര ഇടച്ചിലാണ് അല്ലെങ്കിൽ RPM കയറിയിട്ടാണ് പോകുന്നത്. ഇത് എത്ര വേണോ ടോപ്പ് സ്പീഡ് ചെയ്യും. അങ്ങനെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കുറവാണത്. ഈ CVT നോർമൽ GX വണ്ടിക്കകത്ത് റബ്ബർ ബാൻഡ് എഫക്ട് നമുക്ക് കുറവാണ്, ബട്ട് അത് ഫീൽ ചെയ്യാറുണ്ട്. ഈ CVT-ക്കകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ. പക്ഷെ നമുക്ക് ആ റബ്ബർ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ക്രിസ്റ്റ ആകുമ്പോ ഇപ്പം ഗിയറിട്ട് ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ വണ്ടി ചാടി പോകുമ്പോ ആ ഒരു ഫീല് ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ ഡീസലിന്റെ ടോർക്ക് ഉണ്ട്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞ രണ്ട് വണ്ടിയാണ്, 2 എഞ്ചിനാണ്. വലിപ്പം ഉണ്ടെങ്കിലും രണ്ട് വണ്ടിയാണ്. ഇത് മോണോകോക്കാണ്. ഇത് കുറച്ചും കൂടി പ്രീമിയം എന്നുള്ള രീതിയിലാണ് ടൊയോട്ട പ്ലേസ് ചെയ്തിരിക്കുന്ന വണ്ടി. ബിസിനസ്സിനൊന്നും ഇപ്പോഴും ഇതിന്റെ മൂവ്മെന്റിനൊന്നും ഒരു കുറവ് നല്ല രീതിക്കുണ്ട്. 4 മാസം 6 മാസം വരെയും വെയിറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് വണ്ടി എടുക്കുന്നത്. ഇപ്പോഴും ഈവൻ ബുക്കിംഗില് നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ക്രിസ്റ്റയ്ക്ക് 3 മാസം 4 മാസമേ ഉള്ളൂ. ഹൈക്രോസിന് നല്ല രീതിക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ക്രിസ്റ്റയ്ക്ക് അത്യാവശ്യം സെയിൽസ് ഉണ്ടോ? സെയിൽസ് ഉണ്ട്, കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. പുതിയ വണ്ടി ഇറക്കിയിട്ട് നല്ല സെയിൽസ് ഉണ്ട്. ഇതിപ്പോ ഒരു ഫുൾ ടാങ്കിൽ ഇതിന്റെ ഒരു മാക്സിമം മൈലേജ് എത്ര കിലോമീറ്റർ? ഹൈ റേറ്റിന് നമ്മൾ പറയുന്നത് ഒരു ഫുൾ ടാങ്കിൽ 700 to 750 ആണ് ഒറ്റ ഫുൾ ടാങ്ക്. അത് 45 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിനെത്രയാണ്? 55. ഒരു 600-650 എന്തായാലും കാണും. ഇതിന് മൈലേജ് ഇപ്പൊ നമ്മൾ അവിടെ എടുത്തപ്പോ തൊട്ടിട്ട് ഇതുവരെ അതിനൊരു അനക്കം സംഭവിച്ചിട്ടില്ല. മൈലേജ് ഭീകര മൈലേജ് തന്നെയാണ് വണ്ടിക്ക്. കാരണം അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എഞ്ചിൻ ഇത് ഓൺ ആവുന്നത് ഈ ബാറ്ററി ചാർജ് ചെയ്യേണ്ട സാഹചര്യത്തിൽ മാത്രമേ ബാറ്ററി ഓൺ ആവുള്ളൂ. പോയിക്കൊണ്ടിരിക്കും. ആ ടൈമിൽ മാത്രമേ എഞ്ചിൻ ഫ്യൂൽ എടുക്കുന്നുള്ളൂ. പിന്നെ ക്രിസ്റ്റേനേക്കാളും കുറച്ചും കൂടി സെയിൽ ഹൈക്രോസിന് നടക്കാൻ കാരണം ഇപ്പം ആർക്കും എഫേർട്ട് ഇടാൻ വേണ്ടിട്ട് വയ്യാത്തതാണ്. ഇപ്പൊ ആർക്കും ക്ലച്ച് ഓട്ടാൻ വയ്യ. പിന്നെ നമ്മുടെ ട്രാഫിക് മൊത്തത്തിൽ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് നല്ല സെയിൽ ഉണ്ട്. ഓട്ടോമാറ്റിക് ക്രിസ്റ്റയ്ക്ക് ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ എൻക്വയറി വരുന്നത്. ഇവൻ ഇവിടെ ഒരു ഫോർച്യൂണർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ ലീഡർ എഡിഷൻ. അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് വണ്ടിയാണ്. പക്ഷെ ഓർഡർ ചെയ്ത ടൈമിൽ ഇവിടെ വന്നത് മാനുവൽ വണ്ടിയാണ് പ്ലാൻ ചെയ്ത്. അപ്പം ആ വണ്ടി പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ ഡ്രൈവ് ചെയ്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു വണ്ടി. പക്ഷെ കസ്റ്റമേഴ്സിന് ആർക്കും ആവശ്യമില്ല. വണ്ടി മാനുവൽ ആയെന്നുള്ള ഒറ്റ കാരണം കൊണ്ടിട്ടാണ്. അതിന് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഈവൻ ഓട്ടോമാറ്റിക് വണ്ടിക്ക് 49,000 വരുമ്പോൾ ഇതിന് മാനുവലിന് 46 വരുന്നുള്ളൂ സെയിം പ്രൈസിൽ. പക്ഷെ ആർക്കും വേണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കാണ് കൂടുതൽ ആവശ്യം വരുന്നത് നമ്മുടെ സ്ഥലത്ത്. ഗിയർ ഏതാന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇല്ല. അതുകൊണ്ടല്ലേ അത് നമ്മൾ പാഡിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ കാണിക്കും, ഇല്ലെങ്കിൽ മാനുവലി ഓടിക്കുമ്പോൾ കാണിക്കും, ഇല്ലെങ്കിൽ ഡി എന്നുള്ളത് ആ ഒരു. അതാണ് ഞാൻ പറഞ്ഞത്, ഗിയർ ബോക്സ് അല്ല ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ ഗിയർ ബോക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചാൽ മതി. ഇതിപ്പം ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ D1 D2 എന്നൊക്കെ കാണിക്കുന്നെങ്കിലും ഇതാ കറണ്ട് വേര് ചെയ്തിട്ട് ആ ഗിയർ ബോക്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഗിയർ ബോക്സ് അല്ല ആ പറഞ്ഞ PSD കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ അറിയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ട്രസ്റ്റിന്റെ കാര്യം. ഇത് കംപ്ലൈന്റ് വരുമോ എന്നുള്ള കാര്യം കസ്റ്റമേഴ്സ് ചോദിക്കുന്നതിന്റെ പറഞ്ഞ മെയിൻ്റെനൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഇതിന് വരുന്നില്ല. കൂളന്റ് ഒക്കെ 120 160 മാറി മതി ഇതിന്റെ കൂളന്റ്. ഇപ്പൊ നമ്മുടെ ക്രിസ്റ്റ അതൊക്കെ 40 80 അങ്ങനെ പോകുന്നത് നോർമൽ ടൊയോട്ട വെഹിക്കിൾസ്. സർവീസ് ഇന്റർവെലൊക്കെ 10,000. വാറന്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ? വാറന്റി നമുക്ക് ബാറ്ററി വാറന്റി വരുന്നത് ഹൈബ്രിഡ് ബാറ്ററി 8 വർഷം ആണ് വാറന്റി വരുന്നത്. 1,60,000 8 വർഷം. അത് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ഹൈബ്രിഡ് ബാറ്ററി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെൽ വൈസ് റീപ്ലേസ് ചെയ്യാം. ഇതുവരെയും പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ 2021 ഇത് ലോഞ്ച് ചെയ്തിട്ട് 1.5 1.80 2 അടുപ്പിച്ച് ഓടിയ വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇതുവരെയും ഒരു പ്രശ്നമില്ലാതെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഹൈ റൈഡർ ഒക്കെയാണ് ഒരുപാട് ഓടിയ വണ്ടികൾ വരുന്നത്.
പക്ഷെ ഇതുവരെ ഒരു പ്രശ്നമില്ല വണ്ടികൾ വരുത്തില്ല. കാരണം അതാ ഞാൻ പറഞ്ഞ പ്രിയസിന്റെ കേസ് ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രിയസിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും പറയാം അത് ജപ്പാൻ വണ്ടിയാണ് ഒറിജിനൽ മേക്കാണെന്നൊക്കെ. അതേ സെയിം ഇത് 4th gen ആണ്. ഇപ്പൊ ഇങ്ങനെ സ്പോർട്സ് ഇല്ലല്ലോ, അത് ലൈക്ക് മാനുവൽ ഓടിക്കാം എന്നുള്ളത്. പാഡിൽ ഓടിക്കണമെങ്കിൽ നമുക്ക് അല്ലാണ്ട് ഇത് ഡ്രൈവ് ഓടിക്കാൻ പറ്റും. ഓക്കെ ടെസ്റ്റ് ചെയ്യണേ. സംഭവം ക്വിക്കാണ്, പക്ഷെ റബ്ബ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അപ്പോഴും ഇതൊരു കോൺസ്റ്റന്റ് RPM വരെ കയറുള്ളൂ. ഈ ഹൈ 6000 RPM 8000 RPM മാനുവൽ കാർ കയറുന്ന പോലെ കയറില്ല. 2000 3000 മാക്സിമം 4000 RPM വരെ കയറും. അവിടുന്ന് പിന്നെ മുകളിലേക്ക് ഇത് പോകത്തില്ല. എഞ്ചിൻ അപ്പോഴും സേഫ് തന്നെ. നമ്മളിപ്പോ എങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്താലും എഞ്ചിനൊന്നും പണി കിട്ടുമെന്ന് പേടിക്കാം. പിന്നെ എന്നെയാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയതുകൊണ്ട് പ്രശ്നമൊന്നും. ഈ വണ്ടി ഇപ്പൊ അതേപോലെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കസ്റ്റമർ ഇപ്പം ബാക്കിലിരിക്കുന്ന ആൾ സെന്റർ റോയിൽ ഇരിക്കുന്ന ആള് വലിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബോഡി റോളിങ് കാര്യങ്ങൾ അപ്പം പ്രശ്നമാവും. കംഫർട്ടാണ് മെയിൻലി, കംഫർട്ടും മൈലേജ് രണ്ടാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ട്യൂൺ ചെയ്ത വണ്ടികളൊക്കെ അറിയാവോ? ഇല്ല, ഇത് ഹൈബ്രിഡ് വണ്ടി ട്യൂണിംഗ് ഒന്നും നടക്കില്ല. ECU ട്യൂണിംഗ് ഒന്നും നടക്കില്ല. ഇതിന്റെ GX പോലും ആരും ഒന്നും ചെയ്യാറില്ല. GX നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയതുകൊണ്ട് CVT ആയതുകൊണ്ട് ട്യൂണിംഗ് നടക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇതിനകത്ത് എന്തായാലും പറ്റത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പവർ എഞ്ചിൻ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിന് എന്തെങ്കിലും ചെയ്യാം. ഈ പറഞ്ഞ PCUവിന് എന്തെങ്കിലും നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നടക്കും. ഇതിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ബ്രെയിൻ ECU പോലെ ഇതിന്റെ മെയിൻ PCU ആണ്. ഈ ഒരു ക്ലസ്റ്റർ ഫുൾ ഓപ്ഷൻ മാത്രമേ ഫുൾ ഓപ്ഷന് VX-ന് വരുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ADAS-ന്റെ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളും കൂടി വരും. പവർ മോഡിൽ തന്നെ വണ്ടി കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നു. എക്കാകുമ്പോ കുറച്ച് പിടുത്തം വരും. ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ കയറും. ഇക്കാവുന്ന ടൈമിൽ ഇത് EV-ലോട്ടങ്ങ് മാറും. ഹൈബ്രിഡ് നോക്കുന്ന എപ്പോഴും ഒരു ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സേ നോക്കാറുള്ളൂ വണ്ടി. എപ്പോഴും അവരുടെ നമ്മളെ പ്രിഫർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഡ്രൈവിംഗ് ജേണി എങ്ങനെയാണെന്നുള്ളത്, അവരുടെ ഡെയിലി യൂസ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് എത്ര കിലോമീറ്റർ മന്ത്ലി ഓടും എന്നുള്ളത് വെച്ചിട്ട് ഹൈബ്രിഡ്. ഇപ്പൊ ഡീസൽ കാർ നമ്മൾ പണ്ട് മൈലേജിന്റെ കേസിൽ പറയുന്ന പോലെ നല്ല ഡ്രൈവുള്ള കസ്റ്റമർ ആണെങ്കിൽ ഹൈബ്രിഡ് നോക്കാം. വല്ലപ്പോഴേ വണ്ടി എടുക്കുന്നുള്ളൂ. ഇപ്പം ഗൾഫിലുള്ള കസ്റ്റമർ ആണ്, വണ്ടി വീട്ടിൽ ചുമ്മാ എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ GX ആവശ്യമുള്ള. കാരണം അത്രയും മൈലേജ് ഉള്ള ഒരു വണ്ടി, കേപ്പബിൾ ആയുള്ള വണ്ടി നമ്മൾ ചുമ്മാ കിടക്കുമ്പോ പിന്നെ റാറ്റ് ബൈറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ ഹൈബ്രിഡ് ഞാൻ ഈ പറഞ്ഞ മാൽഫങ്ഷൻ വന്നിട്ട് കാര്യമില്ല. ഓഡിയോയും കൂടെ കണക്ട് ചെയ്താലോ?